നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഡോക്ടർ, ഒരു പുതിയ കേസുണ്ട്. നമുക്കൊരാളും വെല്ലുവിളിയാകില്ല. കാരണം അമേസിംഗ് അണ്ണനായിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഇവനൊക്കെ എന്നാ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സ്റ്റാർ ലാലേട്ടനും മമ്മൂക്കയും വന്ന് റിവ്യൂ പറഞ്ഞാൽ പോലും നമുക്ക് തടസ്സമില്ലല്ലോ. എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. റിവ്യൂ കുറെ പേര് 10-200 പേര് പറയുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടത് ആറട്ടണനും അലിൻ ജോസും എന്ന പ്രസംഗം ഞാനാണ്. പിന്നെ കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. പുതിയ ആൾക്കാർ വരട്ടെ എന്ന് എന്ത് പറയുന്നു? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. ഡാൻസ് കളിക്കുന്ന രീതിയൊക്കെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ പല സമയത്ത് ഞാൻ നിർത്താറുണ്ട്. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. റിവ്യൂ കാണിക്കാൻ പോലത്തെ ഒരു പാവമല്ല. റിയൽ ലൈഫിൽ കുറച്ച് സീരിയസ് ആണ് ഞാൻ. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണയാൾ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അതിനിടയ്ക്ക് കുറെ പേര് ചെറ്റകൾ എന്ന് തന്നെ പറയാം. ചെറ്റകൾ കുറെ പേര് വിളിക്കാറുണ്ട്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഫോൺ ചെയ്തൊക്കെ ഭീഷണിപ്പെടുത്താറുണ്ട്. കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അത് നമുക്കൊരു തലവേദനയായി മാറി. ഇപ്പോ നിരന്തരം ഒരു 10,000 മിസ് കോൾക്കേ വരുന്നുള്ളൂ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോ. ഇതൊക്കെ കേസായി മാറിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ നീ